കൊച്ചി ജനതയുടെ ആഘോഷമായ കൊച്ചിൻ കാർണിവൽ 40 വർഷം പിന്നിടുമ്പോൾ കാർണിവലിന്റെ ചരിത്രം പുസ്തകമാക്കി നേഹ ഫ്രാൻസിസ് എന്ന യുവതി. കാർണിവലുമായി ബന്ധപ്പെട്ട ആദ്യ ചരിത്ര പുസ്തകമെന്ന പ്രത്യേകതയും നേഹയുടെ കൊച്ചിൻ കാർണിവൽ അൺവീൽഡ് എന്ന പുസ്തകത്തിന് സ്വന്തം. തോപ്പുംപടി സ്വദേശി ഫ്രാൻസിസ് മൈക്കിൾ ഷൈനി ദമ്പതികളുടെ മകളാണ് മനഃശാസ്ത്ര ഗവേഷക കൂടിയായ നേഹ. ഒരു പ്രദേശത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ജനകീയ ഉത്സവമായ കൊച്ചിൻ കാർണിവൽ 40 വർഷം പിന്നിടുമ്പോൾ ഈ ചരിത്രം പുസ്തകമായി. തോപ്പുംപടി സ്വദേശിനിയും മനഃശാസ്ത്ര അധ്യാപികയുമായ നേഹ ആഗ്നസ് ഫ്രാൻസിസ് ചരിത്ര കുതികകൾക്കൊരു സമ്മാനമായാണ് കൊച്ചിൻ കാർണിവൽ അൺവീൽഡ് എന്ന പുസ്തകം രചിച്ചത്. കൊച്ചിൻ കാർണിവൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒറ്റ നോട്ടത്തിൽ വായിച്ചറിയാൻ പറ്റുന്ന ഒരു കുഞ്ഞു പുസ്തകം. എന്നിത് ഒരുപാട് കാര്യങ്ങളോ ഇതൊരു കുറേ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. കൊച്ചിൻ കാർണിവൽ എന്താണെന്ന് അറിയാത്തവർക്ക്, അത് ഇപ്പോൾ കേരളയിലാണെങ്കിലും ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഈ പുസ്തകം എന്താണ് അല്ലെങ്കിൽ കൊച്ചിൻ കാർണിവൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ചെറിയൊരു പുസ്തകം. അതാണ് ഇതിൻ്റെ കണ്ടന്റ്. ആഘോഷങ്ങളുടെ പ്രത്യേകത കൊണ്ട് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ കൊച്ചിൻ കാർണിവലിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെ കൊച്ചിക്കാരി എന്ന നിലയിലാണ് നേഹ കാർണിവലിന്റെ ചരിത്രം പുസ്തകമാക്കാൻ തീരുമാനിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ഞങ്ങളുടെ 3 തലമുറയായിട്ട് കൊച്ചിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പപ്പ കൊച്ചിക്കാരനാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ കൊച്ചിക്കാരനാണ്. അപ്പോൾ ഞങ്ങളുടെ 3 ജനറേഷൻസ് കൊച്ചിയിൽ ജനിച്ച് വളർന്നത് കൊണ്ട് തന്നെ കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് പപ്പ ഈ റാലിക്ക് കൊണ്ടുപോവുകയും പിന്നെ കൊച്ചിൻ കാർണിവൽ തുടങ്ങിയും ഫോട്ടോ വെച്ച് മൊത്തം ചുറ്റി കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ടുള്ള എൻ്റെ ഓർമ്മകളും എൻ്റെ പപ്പയുടെ എക്സ്പീരിയൻസും ഇതൊക്കെ കോർത്തിണക്കിയിട്ടാണ് ഈ കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്ന പുസ്തകം അതൊരു റിസർച്ച് വർക്ക് എഴുതാൻ എന്നെ പ്രചോദിപ്പിച്ചത്. പുതുവത്സര രാവിൽ ഒരു വർഷം അവസാനിക്കുന്നതും പുതിയ വർഷം തുടങ്ങുന്നതിന്റെയും പ്രതീകമായി പാപ്പാഞ്ഞിയെ അഗ്നിക്കിരയാക്കുന്നതാണ് കാർണിവലിന്റെ മുഖ്യ ആകർഷണം. ജനം, കൊച്ചി.